ഈ പ്രോജക്റ്റിൽ യഥാർത്ഥത്തിൽ ഞാൻ ഡേറ്റാബേസുമായിട്ടൊന്നും കണക്ട് ചെയ്യുന്നില്ല. ഫസ്റ്റ് എന്താണ് എം വി സി ആർക്കിടെക്ചർ എന്നാണ് പറയുന്നത്. എം വി സി എന്ന് പറഞ്ഞാൽ മോഡൽ വ്യൂ കൺട്രോളർ എന്നാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് ഒരു യൂസറിന് കാണാൻ പറ്റുന്ന വ്യൂ ഉണ്ടായിരിക്കും. അത് നമ്മൾ JSP-യിലായിരിക്കും എഴുതുന്നത്. അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോളർ ഉണ്ടായിരിക്കും. അത് സർവലെറ്റ് എന്ന് പറഞ്ഞായിരിക്കും എഴുതുന്നത്. എന്നിട്ട് നമ്മളൊരു JDBC കണക്ടർ വഴി എന്ത് ചെയ്യും, നമ്മളെ ബാക്ക് എൻഡുമായിട്ട് കണക്ട് ചെയ്യും. ഇങ്ങനെയാണ് ഈ പ്രോജക്റ്റ് വർക്ക് ആവുന്നത്. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ, അതായത് ഒരു യൂസർ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആ റിക്വസ്റ്റ് കൺട്രോളറിലേക്ക് വരികയും കൺട്രോളർ എന്ത് ചെയ്യും, അത് ഏത് ഇപ്പോൾ ഡേറ്റ വേണമെങ്കിൽ ഏതെങ്കിലും ഡേറ്റാബേസിൽ നിന്ന് വല്ല ഡേറ്റ എടുക്കുകയുണ്ടെങ്കിൽ ആ ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ ഡേറ്റ എടുത്ത് ഫെച്ച് ചെയ്ത് നമുക്ക് കാണിക്കും. അതല്ല എങ്കിൽ ഡയറക്റ്റ്ലി എന്ത് ചെയ്യും, കൺട്രോളർ ഏത് പേജാണ് വ്യൂ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. അങ്ങനെയായിരിക്കും ഇത് റെസ്പോൺസ് ആയിട്ട് വർക്ക് ആവുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോംസ് മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നമ്മളത് കോമൺലി നമ്മളിപ്പോൾ ഇവിടെ രണ്ടെണ്ണം മാത്രമേ ഉപയോഗിക്കുള്ളൂ, ഗെറ്റും പോസ്റ്റും. പിന്നെ അല്ലാതെ തന്നെ അഡീഷണൽ ആയിട്ട് പറഞ്ഞതാണ് പുട്ടും ഡിലീറ്റും ഓപ്ഷനും. ഇത് നമ്മളെല്ലായിടത്തും ഈ പ്രോജക്റ്റിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം പറ്റുമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിതിൻ്റെ അകത്ത് മെയിനായിട്ട് ഗെറ്റ് റിക്വസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് എങ്ങനെയാണ് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇതിൽ ബേസിക് ആയിട്ട് പറയുന്നത്. ഇത് എല്ലാവർക്കും അറിയാമെന്നുള്ള സ്റ്റെപ്പുകളായിരിക്കും. ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിയർ ആയിട്ട് പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യാൻ നോക്കണം. പിന്നെ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നോട്ടോ ബാക്കി കാര്യങ്ങളോ ആവശ്യമുണ്ട് എങ്കിൽ എൻ്റെ ഞാൻ ഇതിൻ്റെ കൂടത്തൊരു URL കൂടെ തരാം. അതിൻ്റെ അകത്ത് ഞാൻ അതിൻ്റെ നോട്ട് കൂടെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ഇൻഡെക്സ് പേജാണ്. ഫസ്റ്റ് നമുക്ക് പറഞ്ഞ ഇൻഡെക്സ് പേജാണ്. ഈ ഇൻഡെക്സ് പേജിൻ്റെ പേര് ഞാൻ മാറ്റാതെ തന്നെ എന്ത് ചെയ്യുകയാണ്, ഞാനിത് ChatGPT ന്ന് എടുത്തൊരു കോഡാണ്. അതിൻ്റെ JSP എന്ത് ചെയ്യുകയാണ്, ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഒരു നിമിഷം. ഓക്കെ, ഞാനിതൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതൊന്ന് റൺ ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ഇത് ഞാൻ ടോം കേറ്റൊക്കെ കോൺഫിഗറേഷൻ ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അതിന് നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് അത് നോക്കാം. ഓക്കെ, ഞാനിത് ഇങ്ങനെ ഒരെണ്ണം മാത്രമാണ്. ഇത് ഞാൻ ഇപ്പോൾ ChatGPT ന്ന് ബേസിക് ഒരു സ്ട്രക്ചർ മാത്രം എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ സെക്ഷൻ സർവ്ലെറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതിൻ്റെ അകത്ത് ഞാൻ ഈ ഫോം ChatGPT ന്ന് എടുത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് ഫോമിൻ്റെ ആക്ഷൻ ഞാൻ എന്ത് ചെയ്യണം, ആക്ഷൻ ഒന്ന് എടുക്കണമായിരുന്നു. ഞാനൊന്ന് കോപ്പി എടുത്തോട്ടെ. ഓക്കെ, കോപ്പി എടുത്തു. അവിടെ നിന്ന് ഓക്കെ, സർവ്ലെറ്റ് ഡോട്ട് ജാവ എന്ന് പറഞ്ഞാണ് സേവ് ആവുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമല്ല. ഈ ഫോം ആക്ഷൻ വിളിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡോട്ട് ജാവ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടില്ല. കാരണം ജാവ പ്രോഗ്രാംസ് എല്ലാം വർക്ക് ആവുന്നത് ഒബ്ജക്റ്റ് ആയിട്ടാണ്. ജാവയെ നമ്മൾ എന്ത് ചെയ്യും, കമ്പയറിലായിട്ട് കമ്പയർ ചെയ്ത് ഒബ്ജക്റ്റ് ആണ് യഥാർത്ഥത്തിൽ റൺ ആവണം. അതുകൊണ്ട് അവിടെ സേവ് ചെയ്തിരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിൻ്റെ അകത്ത് തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഡു ഗെറ്റും ഫസ്റ്റ് പറഞ്ഞ പോലെ ഡു ഗെറ്റും ഡു പോസ്റ്റും എന്നൊക്കെ പറഞ്ഞ മെത്തേഡ്സ് ആൾറെഡി അവൈലബിൾ ആണ്. ഞാൻ അത് തന്നെയാണ് ഡയറക്റ്റ്ലി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ലൈൻ ഒന്ന് കുറഞ്ഞു കിട്ടും. ഞാൻ ഇതിൽ ആവശ്യമില്ലാത്ത കോഡുകളെല്ലാം ഒന്ന് ഫസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഓക്കെ, ഗെറ്റ് എടുത്തു. ഞാനതൊന്ന് ഉറപ്പ് വരുത്തിയാണ്. അത് ഡബിൾ ടാപ്പ് ചെയ്ത് ഇത് ക്ലിക്ക് ചെയ്താണ് വരേണ്ടത്. ചില സമയങ്ങളിൽ എനിക്ക് ഒന്നിൽ കൂടുതൽ പോസ്റ്റ് മെത്തേഡ് വരാം. അപ്പോൾ അതെനിക്ക് എറർ വരാതിരിക്കാൻ വേണ്ടി ഒന്ന് എൻഷുർ ചെയ്തു. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്തുള്ള ആവശ്യമില്ലാത്തതിനെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. കൂടാതെ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഇത് ലോഡ് ആവുന്നു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഇതിൻ്റെ അകത്തുള്ള ഫസ്റ്റത്തെ ഫംഗ്ഷന് ഞാൻ ഇതൊന്ന് കോപ്പി എടുത്തു. എന്നിട്ട് ആവശ്യമില്ലാത്ത എല്ലാത്തിനെയും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഞാൻ ഡു പോസ്റ്റ് ഇവൻ ഡു പോസ്റ്റ് മെത്തേഡിൻ്റെ ആക്ഷനാണ് നടക്കുന്നുവെങ്കിൽ ഇത് ലോഡ് ആവണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഗെറ്റ് റിക്വസ്റ്റ് തൽക്കാലം ഇവിടെ നിന്നെടുത്ത് കളയാണ്. നമുക്ക് കാരണം കോംപ്ലക്സിറ്റി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ഇത് ചെയ്ത് നോക്കാം. ഞാൻ റൺ ചെയ്യുകയാണ്. റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡിസ്പ്ലേ വന്നു. നേരത്തെ വന്നുള്ള JSP ലോഡായി. പിന്നെ അതിലൊന്നൊരു ക്ലിക്ക് ഇവൻ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ പേജിലോട്ട് ലോഡ് ആവുന്നുണ്ട്.
ഇതിനകത്ത് ഞാൻ വേറെ ഒന്നും എഴുതിയിട്ടില്ല. ആ HTML ടാഗ് ഇങ്ങനെ ഒന്ന് വിസിബിൾ ആവണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ പേജ് എന്ത് ചെയ്തിട്ടുണ്ട്, വിസിബിൾ ആയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് JSP-യിലല്ല പോയി വിസിബിൾ ആവണത്, ഈ സെർവ്ലെറ്റിൽ തന്നെ എന്താവണേന്ന് വിസിബിൾ ആവേണം. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനെ ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇതിനൊരു വേറൊരു പേജിലോട്ട് കാണാനുള്ള ഒരു സംവിധാനമാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡയറക്റ്റ് ഡാറ്റാബേസുമായിട്ട് ഇത് കണക്ട് ചെയ്യണില്ല ഫസ്റ്റ്. കാരണം ഇതെങ്ങനെയാണ് വർക്ക് ആവണമെന്ന് നമുക്ക് പ്രോപ്പർലി പറയണമെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് കവർ ചെയ്തേ പറ്റും. ഞാനിതിൻ്റെ 2 സ്ക്രീനാക്കി. കാരണം നമ്മൾക്ക് അടുത്ത് ഇപ്പോൾ ഇനി നമുക്കുള്ള ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഈ JSP-യിൽ എഴുതിയ index.html എഴുതിയ കോഡിനെ നമുക്ക് എങ്ങോട്ടേക്ക് കിട്ടണം, നമുക്ക് യഥാർത്ഥത്തിൽ സർവ്ലെറ്റിൻ്റെ അകത്തൊന്ന് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് നമുക്ക് എല്ലാ തവണയും ചെയ്യുന്ന പോലെ ഒരു ഡിക്ലെയർ ചെയ്യണം. നമുക്കറിയാം എങ്ങനെയാണ് അവയ്ക്കകത്ത് വേരിയബിൾ ഡിക്ലെയർ ചെയ്യണേ. ഇവിടെ ഞാൻ സ്ട്രിങ് ഉപയോഗിച്ചു. ഇതിനകത്ത് 3 പാരാമീറ്റേഴ്സ് ഉണ്ട്: നെയിം, ഇമെയിൽ ID, കോഴ്സ്. ഇതിൻ്റെ അകത്ത് വേറെ നിങ്ങൾ JSP നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻഡെക്സ് ടൈപ്പ് ഇൻപുട്ട് ഹിഡൻ എന്ന് പറഞ്ഞൊരു ഫയൽ കിടപ്പുണ്ട്. അത് യഥാർത്ഥത്തിൽ ഞാനത് CRUD ഓപ്പറേഷന് വേണ്ടി ചെയ്തതാണ്. അത് നിങ്ങൾ നോക്കേണ്ട കാര്യമല്ല. ഞാൻ ബാക്കിയുള്ള സൈഡിലോട്ട് നമുക്ക് നോക്കി പോവാം. നമുക്ക് ഭാവിയിൽ അത് ഡാറ്റാബേസ് അപ്ഡേറ്റ് CRUD ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഞാനത് ചെയ്തു വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിൽ നമ്മൾ വേറെ CRUD ചെയ്യാനില്ല. ഇത് ഫസ്റ്റ് ഡിക്ലെയർ ചെയ്തു. ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നമുക്ക് ഈ വാല്യൂവിന്, അതായത് ഈ ഇൻഡെക്സ് പേജിൽ യൂസർ എൻ്റർ ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഉള്ള വാല്യൂസിനെ നമുക്ക് എവിടെ കിട്ടണം, അത് പോസ്റ്റ് മെത്തേഡ് ആണെന്ന് പറഞ്ഞ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യണം. അപ്പോൾ അതിന് യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഗെറ്റ് പാരാമീറ്റർ ആണ്. സെറ്റ് പാരാമീറ്റേഴ്സ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതല്ല ഫസ്റ്റ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എന്ത് ചെയ്യണം, വാല്യൂ എടുക്കണം. പക്ഷെ നമ്മൾ സെറ്റ് ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ ഡാറ്റാബേസിൽ നിന്നുള്ള വാല്യൂ എടുത്തുകൊണ്ട് വന്നിട്ട് വേണമെങ്കിൽ കോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ടി ആ ഡാറ്റാബേസിലുള്ള വാല്യൂ അടുത്ത പേജിലോട്ട് റീലോഡ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് സെറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല, ഗെറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ചെയ്തത്. ഓക്കെ, ഗെറ്റിൻ്റെ 3 എണ്ണത്തെയും ഞാൻ എന്ത് ചെയ്തു, മേളിൽ അസൈൻ ചെയ്ത വേരിയബിളിൻ്റെ നെയിമിലോട്ട് സ്റ്റോർ ചെയ്തു. ഞാനത് കമൻറ്റ് ഇവിടെ ചെയ്ത കുറച്ചുകൂടെ ഇതിൻ്റെ കോംപ്ലക്സിറ്റി ഒന്ന് കുറയ്ക്കുകയാണ്. ഓക്കെ, ഞാൻ ഒരു പുതിയൊരു JSP പേജ് കൂടെ ക്രിയേറ്റ് ചെയ്തു. ആ പുതിയ JSP പേജിൻ്റെ അകത്ത് ഓക്കെ, JSP പേജ് പുതിയ ഫയൽ നെയിം .JSP എന്ന് പറഞ്ഞാണ് ഞാനത് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇതിനൊന്ന് കമൻറ്റ് ചെയ്യാണ്, ഒന്ന് സ്ട്രക്ചർ ആവാൻ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റെഫറൻസ് നോട്ട് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ലിങ്ക് കൂടെ തരാം. ഞാൻ അതിൻ്റെ റൈറ്റപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് വായിച്ച് നോക്കാൻ നിങ്ങൾക്കത് ഉപകാരപ്പെടും, കുറച്ചുകൂടെ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. ഞാനത് പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്നോ നാളെയോ ഞാനത് എന്ത് ചെയ്യും, ഈ വീഡിയോ വന്നതിൻ്റെ പിന്നാലെ ഞാനത് പോസ്റ്റ് ചെയ്യും. ഓക്കെ, ഞാൻ ഇതിനൊന്ന് എന്ത് ചെയ്യണുണ്ട്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ഓരോന്നൊന്ന് സെപ്പറേറ്റ് ആക്കുന്നുണ്ട്. ഈ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞ് രണ്ടാം സെക്ഷനിൽ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, നേരത്തെ നമ്മൾ വാല്യൂ എടുത്തു, ഗെറ്റ് എന്ത് ചെയ്തു, വാല്യൂ ഗെറ്റ് ചെയ്തെടുത്തു. ഇനി എന്ത് ചെയ്യണം, ആ വാല്യൂ നമുക്ക് സെറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എന്താണ് റെസ്പോൺസ് പേജിലോട്ട് അതിനെന്ത് ചെയ്യണം, റിസൾട്ട് പേജിലോട്ട് നമുക്ക് അതിനെ പാസ് ചെയ്യണം. അതിനെ പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യപ്പെടണം, ആ വാല്യൂവിനെ ഇനി എന്ത് ചെയ്യപ്പെടണം, സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വാല്യൂവിനെ നമ്മൾ ഡിസ്പാച്ചർ വഴി അങ്ങനെ ഒരു ലൈബ്രറി ഉണ്ട്, അതുവഴി നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ പാസ് ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പ് ഓക്കെ, വാല്യൂ 3 എണ്ണത്തിനെയും നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആദ്യം ഇതിനു വേണ്ടി നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് പ്രീ ഡിഫൈൻഡ് ആയിട്ടൊരു ക്ലാസ് ഉണ്ട്. ക്ലാസ്സിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും, RD. ഓക്കെ, ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. ഈ എറർ നമ്മളെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഹെൽപ്ഫുള്ളാണ്. ഇത് എന്താണോ എറർ പറഞ്ഞത് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സിസ്റ്റം തന്നെ പറഞ്ഞു തരും
എന്താണ് ഇവിടെ ഉള്ള ആക്ച്വൽ ഇഷ്യൂ എന്ന്. ഇത് എല്ലാ സമയവും ശരിയായിരിക്കണമെന്നില്ല, പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യണുണ്ട്. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്തോട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു എന്ത് ചെയ്യണുണ്ട്, നമുക്ക് റെസ്പോൺസ് ചെയ്യേണ്ട പേജിൻ്റെ പാരാമീറ്റർ ആണ്, പേരാണ് പാസ് ചെയ്യുന്നത്. നമ്മൾ നോക്കിയപ്പോൾ നേരത്തെ നമ്മൾ ഫസ്റ്റ് ഇൻഡെക്സ് പേജിൽ നിന്ന് ഫോമിൻ്റെ ഡേറ്റയിലോട്ട് പാസ് ചെയ്ത സമയത്ത് അവിടെ നമ്മൾ സർവ്ലെറ്റിലോട്ട് പാസ് ചെയ്ത സമയത്ത് അവിടെ ഡോട്ട് ക്ലാസ് ഡോട്ട് ജാവ എന്ന് പറഞ്ഞ് വിളിച്ചില്ല, ഡോട്ട് ക്ലാസ് എന്ന് പറഞ്ഞ് വിളിച്ചില്ല. പക്ഷെ ഇവിടെ റെസ്പോൺസ് ചെയ്യണ സമയത്ത് തിരിച്ച് അതിൻ്റെ പേജിലോട്ട് റീലോഡ് ആവണം JSP ഫയലിനെ വിളിക്കുന്ന സമയത്ത് അത് ഫുൾ കംപ്ലീറ്റ് പേര് വിളിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, JSP യഥാർത്ഥത്തിൽ ഫ്രണ്ട് എൻഡിൽ വിസിബിൾ ആവുന്ന കാര്യമാണ്, അതുകൊണ്ട് നമ്മൾ അത് ഫുൾ നെയിം ആയിട്ട് വിളിക്കണം. പക്ഷേ സർവ്ലെറ്റിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, അതിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അത് വർക്ക് ആവുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യൂല, നമ്മൾ അതിന്റെ ഡോട്ട് ജാവ എന്നോ ഡോട്ട് ക്ലാസ് എന്നോ നമ്മൾ പറയാറില്ല, ഫയൽ നെയിം ആയിട്ട് ജസ്റ്റ് ഒന്ന് വിളിക്കുക മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ആ RD ഡോട്ട് ഇതിനെ നമ്മൾ കുറച്ച് ലാസ്റ്റ് ലൈന് ഫോർവേഡ് ചെയ്യാണ്. ഈ ഫോർവേഡിൽ എൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്, എനിക്ക് രണ്ടിടത്ത് എറർ വന്നിട്ടുണ്ട്. ഓക്കെ, ഒരിടത്തുള്ള എറർ ഓക്കെ ഞാനിപ്പോൾ എന്ത് ചെയ്യാം, അതിൻ്റെ അടുത്തോട്ട് ഇപ്പോൾ ഓക്കെ. ഇതെന്ത് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ഡിക്ലെയർ ചെയ്ത്. ഓക്കെ, അവർ തന്നെ പറഞ്ഞു ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ഒന്ന് ഡിക്ലെയർ ചെയ്യാണ്. ഓക്കെ, രണ്ടാമത്തെ എറർ വന്നു. രണ്ടാമത്തെ എറർ ഓക്കെ, ഫസ്റ്റത്തെ എറർ ഫിക്സ് ചെയ്യാക്കി. ഓക്കെ, രണ്ടാമത്തെ എറർ വന്നു. രണ്ടാമത്തെ എററിൽ യഥാർത്ഥത്തിൽ ഈ എറർ ഇവിടെ ഫിക്സ് ആവണില്ല. ഓക്കെ, റെസ്പോൺസ് തെറ്റാണെന്ന് പറഞ്ഞു ഞാൻ എഴുതിയിരിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്തു. ഈ റെസ്പോൺസ് ആണ് ഇവിടെയും വർക്ക് ആവുന്നത്, അതുകൊണ്ട് തന്നെയാണ് റിക്വസ്റ്റ് റെസ്പോൺസ് ഞാൻ അതുപോലെ തന്നെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, യഥാർത്ഥത്തിൽ ഫോർവേഡ് ഞാൻ എഴുതിയിരിക്കുന്നത് തെറ്റാണ്, ഇതെനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നോക്കിയപ്പോൾ ഫോർവേഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇല്ല എന്നാണ് പറയണത്. ഓക്കെ, ഞാൻ പിന്നെ നോക്കിയപ്പോൾ ഓക്കെ ഇത് എന്താണ്, ഞാൻ FORWARD ആയിരുന്നു, ORD എഴുതി. ഈ എറർ ഞാൻ കുറച്ച് സമയം എടുത്തു അതൊന്ന് എനിക്ക് ഫിക്സ് ചെയ്യാൻ, പക്ഷെ അത് കണ്ടുപിടിച്ചു, ഫിക്സ് ചെയ്തു. ഇത് നമുക്ക് കോമൺ ആയിട്ട് പറഞ്ഞ എററാണ്. നമുക്കപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞു തന്നെ, ഇവർ തന്നെ പറഞ്ഞു തന്നുണ്ട് ഓക്കെ ഇതാണ് ഇഷ്യൂ എന്ന്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ എറർ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇപ്പൊ എന്ത് ചെയ്യാം, റൺ ചെയ്യിപ്പിക്കാം. ഓക്കെ, ഞാൻ ഡേറ്റ പാസ് ചെയ്തു. ഓക്കെ ഓക്കെ MCA ഓക്കെ. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ, ഈ പേജ് ലോഡ് ആയതേ ഉള്ളൂ, ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, പേജിൽ വിസിബിൾ ആയിട്ടില്ല. ആ വിസിബിൾ ആവണമെങ്കിൽ ഇപ്പൊ ഡേറ്റ പാസ് ആയിട്ടുണ്ട്, പക്ഷെ നമ്മൾ എന്തായിട്ടില്ല, നമ്മൾ ആ പേജിന്റെ അകത്ത് എങ്ങനെ അത് കാണിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ ആദ്യം ഇതിനെ നമുക്കൊന്ന് കുറച്ച് ഓക്കെ, നമുക്ക് ഇവിടെ ഇത് വെക്കാൻ പറ്റും. ഓക്കെ, മതി. നമുക്ക് സാധാരണ പോലെ തന്നെ ഈ പേജിൻ്റെ അകത്ത് നമുക്ക് വെറുതെ ഒരു ടൈറ്റിലൊക്കെ എഴുതി, റിസൾട്ട് എന്ന് പറഞ്ഞ ടൈറ്റിലൊക്കെ എഴുതി. നമ്മൾ എന്ത് ചെയ്യില്ല, ഇതിന് ഡാറ്റാബേസിൽ പോയി സ്റ്റോർ ആയിട്ടല്ല വരണത്. യഥാർത്ഥത്തിൽ നമ്മൾ അടുത്ത പ്രോജക്റ്റിലോട്ട് വരുമ്പോൾ CRUD ഓപ്പറേഷൻ യഥാർത്ഥത്തിൽ നടക്കുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, JDBCയുടെ ഡ്രൈവർ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യും. ഇപ്പം ഞാനിവിടെ അതുകൊണ്ട് തന്നെ പറയാണ്, നോട്ട് അപ്ഡേറ്റഡ് ഇൻ DB. ഇത് നമ്മൾ ഡയറക്റ്റ്ലി DBക്കകത്തോട്ടൊന്നും അപ്ഡേറ്റ് ചെയ്യണം, ജസ്റ്റ് ഇതൊന്ന് വിസിബിൾ ആക്കുന്നു. ഇനി ഈ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് ചെയ്യും, ഇത് നിങ്ങൾ എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഇൻസേർട്ട് ഇങ്ങോട്ട് വിസിബിൾ ആവണതിന് ഫസ്റ്റ് DBയിൽ പോയി എന്ത് ചെയ്യും, ഇൻസേർട്ട് ചെയ്യും, എന്നിട്ട് ഇവിടെ വിസിബിൾ ചെയ്യും. ഇതാണ് യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്യണം. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യണം. ഇതാവുമ്പോൾ നിങ്ങൾക്ക് ഫുൾ കോൺസെപ്റ്റ് പിടി കിട്ടും. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഈ സെർവലെറ്റിൽ നിന്ന് ഈ പേജ് ലോഡ് ചെയ്യാൻ പറഞ്ഞു. ഈ പേജിലോട്ട് നമ്മൾ ഫസ്റ്റ് ഇൻഡെക്സ് ചെയ്തെടുത്ത വാല്യൂവിനെ നമ്മളിപ്പോൾ സെർവലെറ്റിലോട്ട് കൊണ്ടുവന്നു. അവിടെ നിന്ന് നമ്മൾ ഇവിടെ ഇട്ട് വിസിബിൾ ചെയ്യാൻ പോകണം. ഇതിന് ഞാൻ പ്രത്യേകിച്ച് സ്റ്റൈലൊന്നും എഴുതണ്ട, പെട്ടെന്ന് റഷായിട്ട് എന്ത് ചെയ്യാണ്, പെട്ടെന്ന് അങ്ങ് എഴുതിയിരിക്കുകയാണ്. ഇവിടെ ഓപ്പണിംഗ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും വിട്ടു. ഇതിൻ്റെ അകത്താണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണത്, നമ്മൾ ഡു പോസ്റ്റ് ഫങ്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് 3 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നെയിം, ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ഗെറ്റ് സെൻഡ് റിക്വസ്റ്റിൻ്റെ അകത്ത് സെറ്റ് ആട്രിബ്യൂട്ടിൻ്റെ അകത്ത് നമുക്ക് പിടികിട്ടും എന്തൊക്കെ വാല്യൂ ആണ് പാസ് ചെയ്യണത്. നെയിം, ഇമെയിൽ ID, കോഴ്സ്. അത് 3 എന്ത് ചെയ്യണുണ്ട്, നമ്മൾ അതിന് വേണ്ടി
ഞാൻ പ്രത്യേകിച്ച് സ്റ്റൈലോ HTML ടാഗോ വേറെ ഒന്നും ഉപയോഗിക്കില്ല. ബേസിക് ആയിട്ടുള്ള ടാഗ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യണത്. കാരണം ബേസിക് ഇതെങ്ങനെയാണ് ഇത് വർക്ക് ആവണമെന്ന് പിടികിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. ഞാൻ നോക്കിയപ്പോൾ ആംപർസെന്റ് ഇട്ടു. അകത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ഈ 3 ഇപ്പോഴത്തെ സെറ്റ് ആട്രിബ്യൂട്ടിൽ വഴി പാസ് ചെയ്ത 3 പാരാമീറ്റേഴ്സ്, ഇത് ഞാൻ കുറച്ച് വീഡിയോ ഫാസ്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനത് നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയാണ്. ഡാറ്റ വെച്ചു പാസ് ചെയ്തു. ഓക്കെ, എന്ത് ചെയ്തു, ഡാറ്റ കിട്ടി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പാണ് ചെയ്യാൻ പോണത്. ഇതിനെ എന്ത് ചെയ്യാണ്, ഡാറ്റാബേസിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. അത് അടുത്ത സെക്ഷനായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.